മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ടോണി ആണെങ്കിൽ വീണ്ടും മാമച്ചാൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വന്ന് കാറ് കൊണ്ട് നിർത്തുമ്പോഴേ രേവതി കാണുന്നുണ്ട് അത് ടോണിയാണെന്ന്. ടോണിയെ കാണുമ്പോഴത്തേക്ക് ഓടി അകത്ത് കയറി കതക് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ടോണിക്ക് ആകപ്പാടെ വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ടോണി മനസ്സിൽ വിചാരിക്കുകയാണ്, ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി ടോണി, എന്ത് തെറ്റാണ് ഇവരോട് കാണിച്ചതെന്നൊക്കെ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അകത്ത് ഗ്രേസമ്മയും മാമച്ചാനും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രേവതിക്കുട്ടി അങ്ങോട്ട് ഓടി വരുന്നത്. എന്താ മോളെ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്. അതെ, ആ ആള് വന്നിട്ടുണ്ട്. ഏതാളാ എന്ന് ഗ്രേസിയമ്മ ചോദിക്കാണ്ട്. ആ ടോണി വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം മാമച്ചാൻ ചോദിക്കുന്നുണ്ട്, അവൻ വന്നേക്കുന്ന കുടിച്ചിട്ടാണോ വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. കണ്ടിട്ട് കുടിച്ചിട്ടൊന്നും അല്ലാന്ന് തോന്നുന്നു. അപ്പം ഗ്രേസിയമ്മ പറയാണ്, നീ അവനെ എന്തെങ്കിലും പറഞ്ഞയച്ചേരെ, അവനെ നമുക്ക് കാണുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട, എന്തൊക്കെ അവനൊന്ന് പറഞ്ഞിട്ട് പോയതെന്ന് ഗ്രേസിയമ്മ പറയാണ്. ഇനി ആ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വന്നതാണോ എന്ന് രേവതിക്കുട്ടി സംശയം പറയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, അതൊരിക്കലും പറയത്തില്ല, അവൻ അന്ന് പറഞ്ഞല്ലോ, അവൻ അറിയാമെങ്കിലും അവൻ ആ സത്യം നമ്മളോട് പറയത്തില്ല എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതാണല്ലോ എന്ന് ഗ്രേസിയമ്മ പറയാണ്. അപ്പോൾ മാമച്ചൻ പറയാണ്, മോള് ചെന്ന് അവനെങ്ങ് പറഞ്ഞു വിട്ടേരെ. രേവതിക്കുട്ടി പറയാണ്, എന്തായാലും ഞാൻ ചെന്ന് സംസാരിച്ച് നോക്കട്ടെ, വല്ല പ്രശ്നമാണെങ്കിൽ അപ്പോഴേ പറഞ്ഞു വിട്ടേക്കാം, പിന്നെ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ വിളിച്ച് അകത്തേക്ക് ഇരുത്തി അങ്കിളിനെ ഞാൻ വിളിക്കാം എന്ന് പറയാണ്. അപ്പം മാമച്ചൻ പറയാണ്, നീ എന്തെങ്കിലും ചെയ് എന്ന് പറയാണ്. അങ്ങനെ നേരെ ചെല്ലിയാണ് രേവതിക്കുട്ടി. എന്താ വന്നതെന്ന് ചോദിക്കുകയാണ് ടോണി അടുത്ത്. അപ്പോൾ ടോണി വന്നിട്ട് പറയാണ്, എനിക്ക് ആൻറ്റി അടുത്തും അങ്കിളിൻ്റെ അടുത്തും ക്ഷമ ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ ഉടനെ രേവതിക്കുട്ടി പറയാണ്, ഓ ക്ഷമ ചോദിക്കാനോ, അത് പറയാനാണ് രാവിലെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുകയാണ്. അപ്പം അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എനിക്ക് ആൻറ്റി അങ്കിളിനെ ഒന്ന് കാണണം എന്ന് പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, അന്നത്തെ ആ പ്രശ്നം കാരണം എന്തൊക്കെ വിഷമം അവർക്കുണ്ടായെന്നറിയാവോ, അവർക്ക് നല്ലോണം ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണ്, അതുപോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അന്നങ്ങനെ സംഭവിച്ചു പോയി, എനിക്ക് ആൻറ്റി അങ്കിളിനെ ഒന്ന് കാണണമെന്ന് പറയാണ്. അങ്ങനെ രേവതിക്കുട്ടി ടോണിയെ വിളിച്ച് അതുകൊണ്ട് വരികയാണ്. അകത്ത് വരുന്ന ടോണിയെ കാണുമ്പോൾ ഉടനെ മാമച്ചായനും ഗ്രേസിയമ്മയ്ക്കും ചെറിയ നീരസമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് താനെന്ന് പറഞ്ഞിട്ട് പോയെന്ന് അറിയാവോ ടോണി എന്ന് ചോദിക്കുന്നുണ്ട്. അത് വീണ്ടും ആവർത്തിക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാമച്ചായൻ. അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പം മാമച്ചായൻ പറയാണ്, എനിക്ക് ടോണിയുടെ മാനസികാവസ്ഥ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിക്കാഞ്ഞത്. ഞാൻ പോലീസിനെ വിളിച്ചായിരുന്നെങ്കിൽ അവർ വന്നത് കേസാക്കി ടോണിയെ പിടിച്ചുകൊണ്ട് പോയേനെ. എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് ടോണിയുടെ മാനസികാവസ്ഥ. അതുപോലെ ടോണിക്കും ഞങ്ങളെ മനസ്സിലാക്കണ്ടേ, ടോണി അങ്ങനെയൊക്കെ വന്ന് എന്തുമാത്രം സംസാരിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ടോണി അത്രയ്ക്കും ഞങ്ങളോട് സംസാരിക്കാൻ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ടോണിയോട് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ടോണി പറയാണ്, നിങ്ങൾ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, അന്ന് അങ്ങനെ സംഭവിച്ചു പോയി, സോറി അങ്കിളെ ആൻറ്റി എന്ന് ടോണി പറയുന്നുണ്ട്. അപ്പം അമ്മച്ചൻ പറയാണ്, ഞങ്ങൾക്ക് ടോണിയോട് ഒരു ദേഷ്യവും ഇല്ല, ദേഷ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ ആ ദേഷ്യം തീർത്തേനെ, അതുകൊണ്ട് ടോണി ഞങ്ങളോട് സോറി ഒന്നും പറയണ്ട എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ടോണി പറയാണ്, നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഉടനെ ഗ്രേസിയമ്മ ചോദിക്കുകയാണ്, അന്ന് ടോണി പറയുന്നത് കേട്ട് ആ കുഞ്ഞ് എവിടെയാണെന്ന് ടോണിക്കറിയാമെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാമച്ചനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ടോണി പറയാണ്, ആൻറ്റി അന്ന് ഞാൻ ആ കള്ളിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാ, കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നും എനിക്കറിയാം, ഏതോ ഓർഫനേജിലാണ് അതിനെ താമസിച്ചിരിക്കുന്നതെന്നും മാത്രമേ എനിക്കറിയത്തുള്ളൂ, പക്ഷേ അത് എവിടെയാണെന്നോ ആരുടെ കയ്യിലാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രേസിയമ്മ ഇങ്ങനെ മാമച്ചനെ നോക്കുന്നുണ്ട്. സത്യമായിട്ടും ആൻറ്റി, ഞാൻ പിന്നെ അങ്ങനെയൊക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ആ കുട്ടി എവിടെയാണെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല എന്ന് പറയാണ്. അപ്പം മാമച്ചായൻ പറയാണ്, എങ്ങനെയെങ്കിലും അത് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ടോണിയെടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ടോണി പറയാണ്, എങ്ങനെയെങ്കിലും അറിയാൻ ഞാൻ ശ്രമിക്കാം, ഇത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും ആ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തരുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ഞാൻ ഉണ്ടാകും, ഉറപ്പാണെന്ന് ടോണി പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാമച്ചാനും ഗ്രേസിയമ്മയ്ക്കും വളരെ സന്തോഷമാവുന്നുണ്ട്. രേവതിയും ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ടോണി ഒരിക്കലും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ ഗ്രേസിയമ്മയും മാമച്ചനെയും സഹായിക്കുമെന്ന് രേവതിയും വിചാരിച്ചില്ല. രേവതി ഇങ്ങനെ ഒരു അത്ഭുതത്തോടെ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ടോണി പറയാണ്, നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പറയാണ് ടോണി. അപ്പോൾ ഈ സമയത്ത് മാമച്ചൻ അങ്ങ് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മാമച്ചനാണെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയാണ്. അപ്പോൾ ടോണിയും കൈ നീട്ടി ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അങ്ങനെ ടോണിയും മാമച്ചനും ഗ്രേസിയമ്മയും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കലാണെങ്കിൽ ഫാദറിനെ കാണാനുള്ള റെഡിയാവുകയാണ് രോഹിത്ത്. അപ്പം ആകപ്പാടെ ടെൻഷനുണ്ട്, ഇനി അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ എന്തോ പറയും, അച്ഛനാണെങ്കിൽ ഡിസ്മിസ് തരാനുള്ള പേപ്പർ തരാനാണോ വിളിക്കുന്നത് എന്നൊക്കെ ആകപ്പാടെ ടെൻഷനുണ്ട് രോഹിത്ത്. അതുപോലെ തന്നെ അലീനയ്ക്കും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അവിടുന്ന് പോകണം, ഒരു രാത്രി പോലും അവിടെ കഴിയല്ലെന്നും പറഞ്ഞുകൊണ്ട് വൈജ വന്ന് പറഞ്ഞതും താൻ അവിടുന്ന് ഇറങ്ങത്തില്ല, നാളെ തന്നെ ഇറങ്ങത്തില്ലെന്ന് അലീന പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് അലീനയ്ക്ക് ആ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്.
അലീന ആ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ വൈജ അന്ന് തന്നെ ഇറങ്ങുമെന്ന് അലീനടുത്ത് പറഞ്ഞിരുന്നു. ആ ഒരു ടെൻഷനുണ്ട്. ഇനി മാഡം ആ വീട്ടിൽ നിന്ന് പോകുമോ? അങ്ങനെ ആകപ്പാടെ ടെൻഷൻ ഇരിക്കുകയാണ് അലീന. അങ്ങനെ പോകാൻ വേണ്ടി രോഹിത്ത് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഉടനെ ബബിത വന്നിട്ട് ചോദിക്കുകയാണ്, ആ രോഹിയേട്ടൻ പോകാൻ റെഡിയായോ? ആ, എന്നാലും എന്തിനായിരിക്കും ആ മാനേജർ അച്ഛൻ രോഹിയേട്ടൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞത്? അറിയത്തില്ല, എന്തിനാണെന്ന് അറിയത്തില്ല. കൂടെ അലീന ചേച്ചിയും കൂടെ ചെല്ലാനാണല്ലോ മാനേജർ അച്ഛൻ പറഞ്ഞേക്കുന്നത്. അതെന്തിനായിരിക്കും? സാധാരണ അച്ഛനല്ലേ ചെല്ലാൻ പറയുന്നത്? എനിക്കൊന്നും അറിയത്തില്ല മോളെ, എന്തിനാ ഇനി വിളിച്ചതെന്ന് അറിയാൻ വയ്യ എന്ന് രോഹിത്ത് പറയാണ്. ഇനി ഡിസ്മിസ് തരാൻ എങ്ങാണോ ആണോ എന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, അതും ഒന്നും അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം, പോയി നോക്കുമ്പോൾ അറിയാലോ എന്ന് പറയാണ്. പിന്നെ എനിക്ക് ആകപ്പാടെ ഒരു ആശ്വാസം, അലീന ചേച്ചി എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ ഒരു ആശ്വാസം വലുതാണെന്ന് പറയുകയാണ് രോഹിത്ത്. അപ്പോൾ ഉടനെ ബബിത പറയാണ്, അത് ശരിയാ, അലീന ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അലീന ചേച്ചി നോക്കിക്കോളും. എന്തായാലും രോഹിയേട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, എന്തായാലും നമുക്ക് നോക്കാം, ടെൻഷനൊന്നും അടിക്കേണ്ട രോഹിയേട്ടൻ എന്ന് ബബിത പറയുകയാണ്. അപ്പോഴത്തേക്ക് അലീന അകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം അലീന വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, രോഹി റെഡിയായോ എന്ന് ചോദിക്കുകയാണ്. ആ, റെഡിയായി, ഇന്നലെ വന്ന പേപ്പറും കൂടെ എടുത്തോളാൻ പറയാണ്. അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ് രോഹിത്ത്. അങ്ങനെ രണ്ടുപേരും കൂടെ പോകാൻ ഇറങ്ങിയാണ്. അപ്പോഴത്തേക്ക് ബബിത എടുത്ത് പറയുന്നുണ്ട്, മോളെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ എന്തായാലും പോയിട്ട് വരട്ടെ എന്ന് പറയാണ്. അപ്പം ബബിത പറയാണ്, ഇവിടുത്തെ കാര്യമൊന്നും ആലോചിച്ച് ചേച്ചി ടെൻഷൻ അടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എന്തായാലും പോയിട്ട് വാ എന്ന് പറയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ചെല്ല് എന്ന് ബബിത പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുവാണ്. ബബിത എങ്ങനെയാണെങ്കിൽ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രോഹിത്തും അലീനയും കൂടെ നേരെ പോവുകയാണ്. രണ്ടുപേരും ഭയങ്കര വിഷമിച്ചാണ് പോയിരിക്കുന്നത്. ഇനി മാനേജർ അച്ഛൻ്റെ തീരുമാനം എന്തോ ആയിരിക്കും, ഡിസ്മിസ് തരാനായിരിക്കുമോ വിളിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ടെൻഷനിലാണ് രണ്ടുപേരും പോയിരിക്കുന്നത്. അങ്ങനെ അവർ മാനേജർ അച്ഛൻ്റെ ഓഫീസിലേക്ക് എത്തുകയാണ്. അപ്പം അച്ഛനെ കാണാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഓഫീസ് റൂമിലേക്ക് ചെല്ലുകയാണ്. ഓഫീസ് റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് രോഹിത്തും അതുപോലെ അലീനയും ഭയങ്കര ടെൻഷനിലൂടെയാണ് ചെല്ലുന്നത്. അപ്പം അച്ഛനാണെങ്കിൽ നേരെ അവിടുന്ന് സീറ്റിൽ നിന്ന് എണീച്ച് വരികയാണ്. എണീച്ച് രോഹിത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. രോഹിത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് രോഹിത്തിൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ആകപ്പാടെ ടെൻഷനിൽ നിൽക്കുകയാണ് രോഹിത്തും അലീനയും. ആ പേപ്പർ വാങ്ങിക്കാൻ പറയാണ് രോഹിത്തിനടുത്ത്. രോഹിത്ത് പേടിച്ച് വരച്ച് ആ പേപ്പർ വാങ്ങിക്കുകയാണ്. എന്നിട്ട് വായിച്ച് നോക്കാൻ പറയാണ്. അപ്പോൾ വായിച്ച് നോക്കുകയാണ് രോഹിത്ത്. അത് വായിച്ച് നോക്കിയുമ്പോൾ രോഹിത്തിന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് അച്ഛനാണെങ്കിൽ പറയാണ്, ഇത് നിനക്ക് വീണ്ടും ഈ കോളേജിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള പേപ്പറാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം അച്ഛൻ പറയാണ്, നിന്നെ ഞാൻ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. ഈ കുട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ആലോചിച്ചു, അതിൽ ഒരു സത്യസന്ധത ഉണ്ടെന്ന് എനിക്ക് തോന്നി. നീയാ എൻ്റെ കണ്ണ് തുറപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് അലീനയടുത്ത് അച്ഛൻ പറയുകയാണ്. നീ പറഞ്ഞതുപോലെ പശ്ചാത്താപിക്കുന്നവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കണം, അതാണ് വേണ്ടുന്നത് എന്ന് അച്ഛൻ പറയുകയാണ്. നീ പറഞ്ഞതെല്ലാം എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ ഇവനെയും ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീ ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റിൽ ചെന്ന് ചാടത്തില്ലെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കണം. നിന്നിൽ എനിക്കുള്ള വിശ്വാസം ഞാൻ മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ മുന്നിലും നീ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്ന് അച്ഛൻ രോഹിത്തിനോട് പറയുകയാണ്. ആ സമയത്ത് രോഹിത്താണെങ്കിൽ കണ്ണ് നിറയാണ്. എന്നിട്ട് കൈകൂപ്പി അച്ഛനോട് നന്ദി പറയാണ്. അപ്പം അച്ഛനാണെങ്കിൽ രോഹിത്തിനെ തലയിൽ ഇങ്ങനെ വെച്ച് ആശീർവദിക്കുകയാണ്. എന്നിട്ട് അലീനയോട് പറയുകയാണ്, കുട്ടി അന്ന് വന്ന് എന്നെ കണ്ട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇവന് ആ കോളേജിലേക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ലായിരുന്നു. കുട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ആലോചിച്ചു, അതൊക്കെ ശരിയാണെന്നും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അവന് ഒരവസരം കൂടെ കൊടുത്തത്. എനിക്ക് കുട്ടിയിൽ വിശ്വാസമാണ് എന്ന് പറയണം. അപ്പോൾ അലീന പറയാണ്, അച്ഛാ, ഇവൻ അന്ന് അബദ്ധത്തിൽ ചെന്ന് ആ തെറ്റിലേക്ക് ചാടിയതാണ്. ഇനി ഒരിക്കലും രോഹിത്ത് ആ തെറ്റിലേക്ക് പോത്തില്ല. ഇനി ഇവനെ കൊണ്ട് ഒരു പ്രശ്നവും ഈ കോളേജിൽ ഉണ്ടാവത്തില്ല. അത് എൻ്റെ വാക്കാണെന്ന് പറയാണ്. അപ്പം അച്ഛൻ പറയാണ്, എനിക്ക് വിശ്വാസമാണെന്ന് പറയുകയാണ്. അങ്ങനെ രോഹിത്തിന് ഭയങ്കര സന്തോഷമാണ്. വീണ്ടും പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലോ. ഒരിക്കലും തിരിച്ച് ആ കോളേജിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ചതാണ് രോഹിത്ത്. അതുകൊണ്ട് തന്നെ രോഹിത്ത് സന്തോഷം കണ്ട് കണ്ണ് നിറയുകയാണ്. ഈ സമയത്ത് വീട്ടിൽ നെടുമ്പുരയ്ക്കൽ അലീന പോകത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ് വൈജ പോകാനായിട്ട് ഇരിക്കുമ്പോഴും ഭയങ്കര സങ്കടമാണ്. മക്കളുടെ ഫോട്ടോയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അലീനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടാമെന്നുള്ള ഒരു വിചാരമായിരുന്നു വൈജയ്ക്ക്. പക്ഷേ അലീന അന്ന് തന്നെ പോത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി വൈജ പോകും എന്നുള്ളൊരു വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഇനി ഒരു രാത്രി പോലും രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയത്തില്ലെന്ന് വൈജ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വാക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വൈജ പോകാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്.